ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മർമർ എന്ന മൂവിയാണ്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 4 സുഹൃത്തുക്കളായ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകട്ടെ അവരുടെ ഏറ്റവും പുതിയ ഒരു ഹൊറർ ഡോക്യുമെന്ററി ഫിലിം എടുക്കുന്നതിന് വേണ്ടിയിട്ട് റിയൽ ആയിട്ടുള്ള ഒരു ഹോണ്ടഡ് പ്ലേസിലേക്ക് പോകുന്നതാണ്. തമിഴ്നാട്ടിലുള്ള ജാവദോ ഹിൽസിലെ കാത്തൂർ എന്ന ഗ്രാമത്തിലേക്കാണ് അവർ പോകുന്നത്. ആ ഗ്യാങ്ങിലുണ്ടായിരുന്ന 2 ആൺകുട്ടികളുടെ പേര് മെൽവിൻ എന്നും ഋഷി എന്നുമായിരുന്നു. മറ്റു 2 പെൺകുട്ടികളാകട്ടെ ജെനിഫറും അങ്കിതയും. മെൽവിന് ജെനിഫറിനെ ഇഷ്ടമാണ്, എന്നാൽ അവൻ ഇതുവരെയും അത് തുറന്നു പറഞ്ഞിട്ടില്ല. അവർ കടന്നു പോകുന്ന വഴികളും ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഫുൾ ടൈം അവരുടെ കയ്യിലുള്ള കുറച്ച് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവർ 4 പേരും ഒരു ഗ്രാമത്തിലുള്ള വലിയൊരു കാട്ടിലേക്കാണ് പോകുന്നത്. ആ കാട്ടിലേക്ക് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് അവിടെയുള്ള നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. ആ കഥകളൊന്നും തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നും രണ്ടും കൽപ്പിച്ച് അവിടേക്ക് പോകാനാണ് തങ്ങളുടെ തീരുമാനമെന്നും അവർ വ്യൂവേഴ്സിനോട് പറയുന്നു. അങ്ങനെ അവർ അവരുടെ യാത്ര ആരംഭിച്ചു. അവർ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ആ നാട്ടിലുള്ള ഒരു ലോക്കൽ ഗൈഡിനെ അവർ വിളിക്കുന്നുണ്ട്. എന്നാൽ അയാൾക്ക് പകരം അയാളുടെ മകളാണ് ഫോൺ എടുക്കുന്നത്. അയാളെ പാമ്പ് കടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അവളുടെ അമ്മയും ഹോസ്പിറ്റലാണ്. തൽക്കാലം അതുകൊണ്ട് അച്ഛന് പകരം ഞാൻ വരാമെന്ന് ആ പെൺകുട്ടി പറയുന്നു. കാന്ത എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞ എമൗണ്ട് ആകട്ടെ ഈ പെൺകുട്ടിയുടെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവളത് വീട്ടിൽ കൊണ്ടുവച്ച ശേഷം വീണ്ടും വണ്ടിയിലേക്ക് വന്ന് കയറുന്നു. അവരാദ്യം പോകുന്നത് ആ ഗ്രാമത്തിലെ ആൾക്കാരുടെ ആ ഫോറസ്റ്റിനെ പറ്റിയുള്ള പേടിപ്പിക്കുന്ന കഥകൾ കേൾക്കാനായിരുന്നു. ആ കാട്ടിലും മാങ്കായ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പ്രേതം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പല ആൾക്കാരും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ആ സ്ത്രീയുടെ പേര് ഒരു കാരണവശാൽ ഉച്ചരിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ഒരു അമ്മൂമ്മയോട് ചോദിക്കുമ്പോൾ അവരാകട്ടെ മുഖം മറച്ചുകൊണ്ടാണ് ആ കഥകൾ പറയുന്നത്. തന്റെ മുഖം പോലും ഈ വീഡിയോയിൽ വരാൻ പാടില്ല എന്ന് പറയുന്നു. അവരുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നിന്റെ ബലിയാകാൻ തയ്യാറല്ല എന്നും നീ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നും. ആ അമ്മൂമ്മ പറയുന്നുണ്ട് 80 വർഷങ്ങളായി ഈ നാട്ടില് കന്നി ഫെസ്റ്റിവൽ നടത്തിയിട്ടെന്ന്. വെർജിൻ ആയിട്ടുള്ള പെണ്ണുങ്ങൾ നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു അത്. ആ നാട്ടിലുള്ള ആൾക്കാര് സപ്തകന്യമാർ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള 7 ദേവികളെ പൂജിക്കുമായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരുന്നതും. എന്നാൽ ഇതെല്ലാം നിർത്താൻ കാരണം 80 വർഷങ്ങൾക്ക് മുമ്പ് ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാളാകട്ടെ മാങ്കായ് എന്ന് പറയുന്ന ഈ പെണ്ണിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ്. അവൾ ഈ നാട്ടിൽ വന്ന ശേഷം ഇവിടെ നിന്നും ഒരുപാട് കുട്ടികളെ കാണാതായി. അങ്ങനെയിരിക്കും ഒരു ദിവസം മാങ്കായുടെ ഹസ്ബൻഡ് ഗോവിന്ദന്റെ സഹോദരിയുടെ കുട്ടിയും കാണാതെയായി. ആൾക്കാരെല്ലാം അന്വേഷിച്ചിറങ്ങുന്ന സമയത്ത് രാത്രി 12 മണിക്ക് ഗ്രാമത്തിന്റെ നടുക്ക് കയ്യിൽ നിറയെ രക്തവുമായിട്ട് മാങ്കായി അവർ കാണുന്നു. അവിടെ തറ നിറയെ രക്തമായിരുന്നു. അവരെല്ലാവരും ചേർന്നിട്ട് ആ തറ കുഴിച്ചു നോക്കുമ്പോഴാണ് കാണുന്നത് ഗ്രാമത്തിൽ നിന്ന് കാണാതായ എല്ലാ കുട്ടികളെയും തലവേറെയും ഉടൽവേറെയുമായിട്ട് അവൾ കൊന്നിട്ടിരിക്കുന്നത്. എല്ലാവരെയും അവൾ ബലി കൊടുത്തതായിരുന്നു. അതിനുശേഷം ആൾക്കാരെല്ലാം ചേർന്നിട്ട് അവളെ ഒരുപാട് അടിക്കുകയും കല്ലെടുത്തെറിയുകയൊക്കെ ചെയ്തിട്ട് ഒരു ചാക്കിൽ കെട്ടി ആ കാട്ടിൽ കൊണ്ടിട്ടു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ അവിടെ തന്നെ കിടന്നു മരിച്ചു. ആ മാങ്കായ്ക്ക് ഇവിടെ റിലേറ്റീവ്സ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഗോവിന്ദൻ ജോലി ചെയ്യാൻ പോയ സ്ഥലത്ത് നിന്ന് എവിടെയോ വെച്ച് പ്രണയിച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നത്. നോർത്തിൽ എവിടെയാണ് അവളുടെ വീടെന്ന് മാത്രമേ ഈ ആൾക്കാർക്ക് അറിയൂ. ആ നാട്ടിലെ ആൾക്കാർ സപ്തകന്യമാർ എന്ന് വിളിക്കുന്ന ആ 7 പേര് പൗർണമിയുടെ അന്ന് രാത്രിയില് കാടിനുള്ള കുളത്തിൽ വന്ന് കുളിച്ചിട്ട് പോകുമെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. അത് കാണാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവരാരും ഒന്നും ജീവനോടെ ഇല്ല. ചിലരൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് 2-3 ദിവസത്തിനകം വെച്ച് മരിച്ചു പോയിട്ടുണ്ട്. ചില ആൾക്കാരും തിരിച്ചു വന്നിട്ടേ ഇല്ല. ആ സപ്തകന്യമാരും ദേവികളാണ്. അവര് കുളിക്കുന്നത് നോക്കാനേ പാടില്ല. അങ്ങനെ നോക്കി അവർക്ക് ദേഷ്യം വരികയും അവരാൾക്കാരെ ഉപദ്രവിക്കുകയും ചെയ്യും. എന്നാൽ ഇതൊന്നും തന്നെ മെൽവിനും കൂട്ടർക്കും അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്തായാലും കാട്ടിലേക്ക് പോയി നോക്കാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം. കാന്തയോട് അവർ പറയുന്നുണ്ട്, നീ ഇവിടെ വരെ വന്നാൽ മതി, കാട്ടിലേക്ക് ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാമെന്ന്. എന്നാൽ കാന്ത വന്ന് ഇവരോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, കാശ് തരുവാണെങ്കിൽ ഞാനും കൂടെ വരാമെന്ന്. ലോക്കലായിട്ടുള്ള ഒരാൾ കൂടെയുള്ളത് നല്ലതാണെന്ന് അവർക്കും തോന്നുന്നു. എന്നാ പിന്നെ അവളോടും വന്നുകൊള്ളാൻ പറയുന്നു. അങ്ങനെ ഒരിടത്ത് വണ്ടി നിർത്തിയ ശേഷം പ്രേതബാധ ഉണ്ടെന്ന് പറയുന്ന ആ കാട്ടിലേക്ക് അവർ തങ്ങളുടെ ലഗേജും ടെന്റും ഒക്കെ ആയിട്ട് കടക്കുന്നു. അവരുടെ കയ്യിലൊരു മാപ്പും ഉണ്ടായിരുന്നു. അതിൽ ആദ്യം അവർ കണ്ടെത്തിയ പോയിന്റ് കരുവാക്കല്ല് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആദ്യം അവർക്ക് അവിടെ എത്തണം. കുറച്ചു ദൂരം നടന്ന് അവർ അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ഇരുട്ടാകാൻ തുടങ്ങി. അവിടെ തന്നെ അവർ അവരുടെ ടെന്റ് അടിക്കുന്നു. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡ് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുന്നു. അവരവരുടെ ക്യാമറ പലയിടങ്ങളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ കുറച്ചു നേരം സംസാരിച്ചിരുന്ന് കഴിയുമ്പോൾ ഋഷിയാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഓജോ ബോർഡ് എടുത്തുകൊണ്ട് അവിടേക്ക് വരുന്നു. ഇത് യൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാണെന്നും അവൻ പറയുന്നു. ബാക്കി എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. കാന്ത ഇത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന്റെ യൂസ് എന്താണെന്ന് കാന്തയ്ക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കാന്ത ഒഴിച്ച് എല്ലാവരും ചേർന്നിരുന്ന് മദ്യപിച്ച ശേഷം അവർ ആ ഓജോ ബോർഡ് കളിക്കാൻ ആരംഭിച്ചു. കുറെ നേരം വിളിച്ചിട്ടും ഒരു സ്പിരിറ്റും വന്നില്ല. അവർക്ക് ബോറടിക്കാൻ തുടങ്ങി. അവർക്ക് ചുറ്റുമാകട്ടെ എന്തൊക്കെയോ ഓടി നടക്കുന്ന പോലെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ മൃഗങ്ങൾ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. കുറെ നേരം വിളിച്ചിട്ട് സ്പിരിറ്റ് ഒന്നും വരാത്ത കാരണം ഋഷിയാകട്ടെ കാന്തയോട് പറയുന്നുണ്ട്, നിന്റെ കയ്യിൽ സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ തരാൻ. അവൾ എടുത്തു കൊടുക്കുന്നു. എന്നാൽ പിന്നെ കയ്യിൽ കിട്ടിയ ഉടനെ അവനാകട്ടെ കാന്തയുടെ കൈ പിടിച്ച് പിന്നെ വെച്ച് കുത്തുകയും അവളുടെ രക്തം ആ ഓജോ ബോർഡിൽ തേക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ഇങ്ങനെ കാണിച്ചത് കണ്ടിട്ട് അവൾക്ക് ദേഷ്യം വരികയും അവൾ ഒരുപാട് കരയുകയും ചെയ്യുന്നു. നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നും ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ പാടില്ലായിരുന്നു എന്നും രക്തം കണ്ടു കഴിഞ്ഞാൽ മാങ്ക വരുമെന്നും ഒക്കെ അവൾ പറയുന്നുണ്ട്. ആകെ പേടിച്ച് നിലവിളിച്ച് കരയാൻ തുടങ്ങി അവള്. ബാക്കി എല്ലാവരും ചേർന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നു. താൻ വെറുതെ ചെയ്തതാണെന്ന് ഋഷി പറയുന്നുണ്ട്. അവൾ അതൊന്നും കേൾക്കാതെ ഇപ്പൊ തന്നെ തനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. എല്ലാവരും അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ പിറകെ പോയി. അങ്കിത മാത്രം അവിടെ തന്നെ നിൽക്കുകയായിരുന്നു.
അവൾക്ക് ആകെ ദേഷ്യം വന്നിട്ട് അവളാകട്ടെ സിഗരറ്റും വലിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ ബാക്കി എല്ലാവരും ഒരുവിധം ആശ്വസിപ്പിച്ച് കാന്തിയെ തിരിച്ചു കൊണ്ടുവരുന്നു. കാരണം തുടങ്ങി വെച്ച ഓജോ ബോർഡിന്റെ കളി പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് അവൾക്ക് തന്നെയാണ് പ്രശ്നമെന്ന് പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കുന്നുണ്ട്. അത് കാരണം അവൾ തിരിച്ചു വന്ന് അത് പൂർത്തിയാക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. ജെനിഫർ ആകട്ടെ അവളോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, ഇതുവരെ ഒരിടത്തും ഒരു സ്പിരിറ്റും വന്നിട്ടില്ല എന്ന്, അതുകൊണ്ട് നീ ഒരു കാരണവശാലും പേടിക്കണ്ടെന്ന്. മെൽവിനെ സംബന്ധിച്ച് എന്ത് നടന്നാലും എല്ലാ ക്യാമറ ഉപയോഗിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുകയും അത് തങ്ങളുടെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് എത്തിക്കുകയും ചെയ്യുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ അവരെല്ലാവരും ചേർന്നിരുന്ന് വീണ്ടും ഓജോ ബോർഡ് കളിക്കാൻ ആരംഭിച്ചു. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യ്, ഞാനൊന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് വരാമെന്ന്. അവൻ കാടിന്റെ ഉള്ളിലേക്ക് പോകുന്നു. ഇവരെല്ലാവരും വീണ്ടും സ്പിരിറ്റിനെ വിളിക്കാൻ ആരംഭിച്ചു. ആ സമയത്ത് ആ ഗ്ലാസ് അനങ്ങുകയും ചെയ്യുന്നുണ്ട്. കാന്ത നല്ല പോലെ പേടിച്ചു. എന്നാൽ മെൽവിൻ വീണ്ടും സ്പിരിറ്റിനോട് സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. നിങ്ങൾ മാങ്കയാണോ എന്ന് ചോദിക്കുമ്പോൾ എസിലേക്ക് പോയി ആ ഗ്ലാസ് നിൽക്കുന്നുണ്ട്. അതേസമയം കാട്ടിലേക്ക് പോയ ഋഷിയാകട്ടെ യൂറിൻ പാസ് ചെയ്ത ശേഷം അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ലൈറ്റർ കത്തിക്കുമ്പോൾ അത് തനി അണഞ്ഞു പോവുകയാണ്. അവിടെ ഒട്ടും തന്നെ കാറ്റുണ്ടായിരുന്നില്ല. പലതവണ അവൻ കത്തിക്കാൻ ശ്രമിച്ചപ്പോഴും ആരോ ഊതി അണയ്ക്കുന്ന പോലെയാണ് അവന് തോന്നുന്നത്. മാങ്കയാണോ എന്ന് അവൻ തമാശയോട് ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഞാനിത് കത്തിച്ചേടങ്ങുമെന്ന് പറഞ്ഞിട്ട് അവൻ ഒളിച്ചു വെച്ചത് കത്തിക്കുന്നു. അതിനുശേഷം മാങ്കായെ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോന്നിരുന്ന് സംസാരിക്കുന്നു. മാങ്കായ ഒന്നും ഇല്ല എന്നും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തനിക്കൊരു പേടിയില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അവന്റെ ചുറ്റും ആരോ ഓടുന്ന പോലെയും എന്തോ ചിലങ്കയുടെ സൗണ്ട് കേൾക്കുന്ന പോലെയൊക്കെ അവന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് പേടിച്ചു പോയ അവനാകട്ടെ അത് മൃഗമൊന്നുമല്ല എന്ന് തോന്നിയിട്ട് അവിടെ നിന്നും ഓടി കൂട്ടുകാരിരിക്കുന്ന അടുത്തേക്ക് വരുന്നു. ഓൾറെഡി ഓജോ ബോർഡ് കളിച്ച് പേടിച്ചിരിക്കുന്ന അവരുടെ അടുത്തേക്ക് അവനിങ്ങനെ ഓടി വന്നപ്പോഴേക്കും അവരാകെ പേടിക്കാൻ തുടങ്ങി. അവൻ വന്ന് നിൽക്കുന്നതാകട്ടെ ആ ഓജോ ബോർഡിനുള്ളിലും. അവർ കളിച്ചുകൊണ്ടിരുന്ന ആ ഗ്ലാസും പൊട്ടിപ്പോയി, ആ ഓജോ ബോർഡും പൊട്ടിപ്പോയി. താൻ അവിടെ എന്തോ സൗണ്ട് കേട്ടു എന്ന് അവൻ പറയുന്നുണ്ട്. അത് ഏതെങ്കിലും കാട്ടുമൃഗമായിരിക്കും എന്ന് മെൽവിൻ പറയുന്നു. ഓജോ ബോർഡ് പൊട്ടിയ സ്ഥിതിക്ക് അങ്കിത അതെടുത്ത് തീയിലേക്ക് ഇട്ട ശേഷം എല്ലാവരോടും പറയുന്നുണ്ട്, നമുക്ക് പോയി കിടന്നുറങ്ങാമെന്ന്. അങ്കിതയും ജെനിഫറും ടെന്റിനുള്ളിൽ കയറി. മെൽവിനും അതിനുള്ളിലേക്ക് കയറി കിടക്കുന്നുണ്ട്. എന്നാൽ ഋഷി വന്ന് അവനോട് പറയുന്നുണ്ട്, കാന്തി ഇവിടെ കിടക്കാൻ സമ്മതിച്ചിട്ട് നമ്മൾക്ക് രണ്ടുപേർക്കും പുറത്ത് കിടക്കാമെന്ന്. എന്നാൽ എന്നെ കൊണ്ടൊന്നും പുറത്ത് കിടക്കാൻ പറ്റില്ല എന്നാണ് മെൽവിൻ പറയുന്നത്. അവൾ വേണമെങ്കിൽ പുറത്ത് കിടക്കട്ടെ, അവൾക്ക് ഇതൊക്കെ ശീലമുള്ള കാര്യമായിരിക്കും. എന്നാൽ ഋഷിക്ക് പാവം കാന്തയെ ഒറ്റയ്ക്ക് പുറത്ത് കിടത്താൻ തോന്നിയില്ല. കാന്തയ്ക്ക് കൂട്ടിന് വേണ്ടിയിട്ട് അവനും അടുത്ത് വന്ന് കിടക്കുന്നു. അവൾക്ക് കിടക്കാനുള്ള ബെഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അതൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ കിടന്നോളാമെന്നാണ് അവൾ പറയുന്നത്. കുറച്ചു കഴിയുമ്പോൾ വല്ലാതെ കൊതുകടിക്കാൻ തുടങ്ങിയത് കാരണം ഋഷിയാകട്ടെ അകത്തേക്ക് പോയി കിടക്കാന്ന് വിചാരിക്കുന്നു. കാന്തയെ കുറച്ചു തവണ അവൻ വിളിച്ചെങ്കിലും അവൾ നല്ല ഉറക്കമായിരുന്നു. അത് കാരണം അവൻ അകത്ത് ടെന്റിൽ പോയി കിടക്കുന്നു. അങ്ങനെ സമയം കുറെ കടന്നുപോയി. ആ സമയത്ത് ചുറ്റും ആരൊക്കെയോ ഓടുന്ന പോലെ സൗണ്ടും എന്തൊക്കെയോ വലിച്ചടിക്കുന്ന സൗണ്ടും ഒക്കെ കാന്ത കേൾക്കുന്നുണ്ട്. അവൾ പേടിച്ച് ഞെട്ടി എണീക്കുന്നു. ഋഷിയോ അടുത്തില്ല. പേടി കാരണം അവൾ അവിടെ കുറച്ചുനേരം ഇരുന്നുറങ്ങുന്നുണ്ട്. ക്ഷീണം തോന്നിയിട്ട് പിന്നെയും കിടന്നുറങ്ങുന്നു. അപ്പോഴും ഈ സൗണ്ട് ആവർത്തിക്കാൻ തുടങ്ങി. അവൾ പലതവണ ഞെട്ടി ഉണരുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മരച്ചില്ലകൾ ഒടിയുന്നതിന്റെയും കരിയിലേക്ക് മുകളിലൂടെ ആരൊക്കെയോ നടക്കുന്നതിന്റെ സൗണ്ടുകളായിരുന്നു അവളെ പേടിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പോരാഞ്ഞിട്ട് ഏതോ ഒരു സ്ത്രീ വല്ലാതെ കരയുന്ന പോലൊരു സൗണ്ടും. അവൾക്ക് ചുറ്റും ക്യാമറകളുണ്ട്. ഒരു തവണ അവൾ സൗണ്ട് കേട്ട് പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുമ്പോ അവളുടെ നെറ്റിയിൽ നിറയെ ചോരയായിരുന്നു. അതെങ്ങനെ വന്നു എന്ന് അവൾക്ക് മനസ്സിലായില്ല. അവളുടെ കൈകളിലും നിറയെ ചോരയായി. അവൾ അങ്ങനെ പേടിച്ചിരിക്കുമ്പോ അവൾക്ക് നേരെ ഉണ്ടായിരുന്ന ക്യാമറയാകട്ടെ ഒരു സൈഡിലേക്ക് തിരിയുന്നു. ആ ക്യാമറയിൽ കാണാതെ തന്നെ ഏതോ ഒരു രൂപം വന്നിട്ട് അവളെ വലിച്ചിഴിച്ചുകൊണ്ട് പോവുകയാണ്. അവളുടെ നിലവിളി ആരും തന്നെ കേട്ടില്ല. ആ ആത്മാവ് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന പോലെ ചെറിയ ചെറിയ സൗണ്ടുകൾ കേൾക്കാമായിരുന്നു. അവൾ അവിടെ നിന്നും പോയ ശേഷം ആ ക്യാമറ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഏകദേശം 11 മണിയോട് കൂടിയാണ് എല്ലാവരും എഴുന്നേൽക്കുന്നത്. അവരെല്ലാം നന്നായിട്ട് ഉറങ്ങിപ്പോയിരുന്നു. കാന്ത അവിടെയെല്ലാം തന്നെ അന്വേഷിച്ചെങ്കിലും അവളെ എവിടെയും കാണുന്നില്ല. അവര് വിചാരിക്കുന്നുണ്ട് അവൾ പേടിച്ചിട്ട് രാവിലെ തന്നെ ഇവിടെ നിന്നും തിരിച്ചു പോയതായിരിക്കുമെന്ന്. എന്നാൽ ജെനിഫറും ഋഷിയും പറയുന്നുണ്ട് അവൾക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന്. അവൾ രാത്രി ഒറ്റയ്ക്കായിരുന്നില്ലേ കിടന്നത്, ഞാൻ അപ്പോഴേ പറഞ്ഞത് അവളെ അകത്ത് വിളിച്ച് കിടത്തിയാൽ മതിയെന്ന്. നമുക്ക് ക്യാമറ ചെക്ക് ചെയ്ത് നോക്കാം, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാമെന്ന് പറഞ്ഞെങ്കിലും മെൽവിൻ അതിന് സമ്മതിക്കുന്നില്ല. അവർ ഈ കണ്ടന്റ് ക്രിയേറ്റിംഗിന് ഇറങ്ങുന്ന സമയത്ത് തന്നെയുള്ള റൂളായിരുന്നു ഫുൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ ക്യാമറ ചെക്ക് ചെയ്യൂ എന്ന്. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു തവണ പോലും ചെക്ക് ചെയ്യാൻ ആരെയും അനുവദിക്കില്ല. ഋഷി എത്ര പറഞ്ഞിട്ടും മെൽവിൻ കേൾക്കുന്നില്ല. അങ്കിതയും പറയുന്നുണ്ട് അവൾ പേടിച്ചിട്ട് രാവിലെ തന്നെ അവളുടെ വീട്ടിലേക്ക് പോയതായിരിക്കുമെന്ന്. എന്നാൽ ജെനിഫറിനും ഋഷിക്കും അത് പൂർണ്ണ വിശ്വാസമായിരുന്നില്ല. തമ്മിൽ വഴക്കുണ്ടാക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാമെന്ന് അവർ പറയുന്നു. അങ്ങനെ അവർ വീണ്ടും റെഡിയായി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. അങ്ങനെ പകൽ മുഴുവൻ സഞ്ചരിച്ച് അവർ സന്ധ്യാകാറായപ്പോഴേക്കും വീണ്ടും അടുത്ത ഒരു കല്ലിന്റെ അടുത്തെത്തുന്നു. അന്നത്തെ രാത്രി ക്യാമ്പ് അവർ അവിടെ അടിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ അവർ നന്നായിട്ട് മന്ദിപ്പിക്കുന്നു. അപ്പോഴെല്ലാം തന്നെ ഋഷി കാന്തയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഓജോ ബോർഡ് കളിക്കുന്നിടയിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും ആ ഗ്ലാസ് നീക്കിയത്. അത് കണ്ട് പേടിച്ചിട്ടായിരിക്കും കാന്ത പോയത്. എന്നാൽ അങ്കിത പറയുന്നുണ്ട് താനല്ലത് ചെയ്തതെന്ന്. ജെനിഫറും പറയുന്നു താനല്ല എന്ന്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മനഃപൂർവ്വം ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓൾറെഡി തന്നെ അവർക്കിടയിൽ ചെറിയ ഇഷ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. കുറച്ചു കഴിയുമ്പോൾ എല്ലാവരും പോയി കിടന്നുറങ്ങി. എന്നാൽ ടെന്റിനുള്ളിൽ കിടക്കാൻ നേരത്ത് മെൽവിനാകട്ടെ ജെനിഫറിന്റെ അടുത്തേക്ക് നീങ്ങി അവളെ ടച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. അവൾ ഉറക്കത്തിൽ പറയുന്നുണ്ട് അവനോട് നീങ്ങി കിടക്കാൻ. അവൻ ചെറുതായിട്ടൊന്ന് നീങ്ങിയിട്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടക്കുകയും അവളുടെ വയറ്റിൽ കൈവെക്കുകയൊക്കെ ചെയ്യുന്നു. അവൾ അവനോട് കൈയെടുത്ത് മാറ്റാൻ ഉറക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ അവളെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അവളെ തടയാൻ ശ്രമിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് നീ മൂഡ് സ്പോയിലാക്കാതെ എവിടെ കിടക്കാൻ. എന്നാൽ ദേഷ്യം വന്നിട്ട് അവനെ തള്ളി മാറ്റിയിട്ട് അവൾ
പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഋഷിയും ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെയാണോ നിന്റെ സ്നേഹം കാണിക്കുന്നതെന്ന്. അവളോട് ഇഷ്ടമാണെങ്കിൽ അത് തുറന്നു പറയണം, അല്ലാതെ ഇങ്ങനെ അവളെ ഫോഴ്സ് ചെയ്യുകയല്ല വേണ്ടത്. മെൽവിൻ പുറത്തുപോയി അവളോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തതിൽ നിനക്ക് തെറ്റായിട്ടൊന്നും തോന്നണ്ട, ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ടെന്ന്. എന്നാൽ നീ ചെയ്തത് തെറ്റാണെന്നും നീ എങ്ങനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും അതിന് ഞാൻ കൂടെ നിന്നെ പ്രണയിക്കണമെന്നുമാണ് അവൾ പറയുന്നത്. എനിക്ക് നിന്നോട് അങ്ങനെ ഒരു ഫീലിംഗ്സും തന്നെയില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ട് ഋഷി അതിൽ വന്ന് ഇടപെടുന്നുണ്ട്. നീ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാതെ അകത്ത് പോകാൻ പറയുന്നു. ജെനിഫർ ഋഷിയോട് പറയുന്നുണ്ട്, എനിക്കിനൊരു നിമിഷം പോലും ഇവന്റെ മുഖം കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യ, ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോവുകയാണെന്ന്. ഋഷി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റുമെങ്കിൽ വരാൻ പറയുന്നുണ്ട് അവള്. ഒടുവിൽ വേറെ വഴിയില്ലാതെ ജെനിഫറിന്റെ കൂടെ ഋഷി പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അടുത്ത ഏരിയ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇതെല്ലാം അകത്തു നിന്ന് നമ്മുടെ അങ്കിത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവള് മെൽവിനോട് പറയുന്നുണ്ട്, നിനക്ക് പറ്റിയ ആളല്ല ആ ജെനിഫർ എന്ന്, അത് നിനക്ക് പറ്റിയത് ഞാനാണെന്ന്. എന്നിട്ട് അവനെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഋഷിയും ജെനിഫറും കാട്ടിലൂടെ നടന്നു നീങ്ങിയിരുന്നു. പലയിടത്തും എന്തൊക്കെയോ സൗണ്ടുകൾ കേട്ടിട്ട് അവർ പേടിക്കുന്നുണ്ട്. എന്നാലും അവർ മുന്നോട്ട് തന്നെ പോകുന്നു. അതേസമയം അങ്കിതയും മെൽവിനും ആകിട്ട് ഒരു സെക്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവരുടെ ചുറ്റും എല്ലാം തന്നെ ആരോ ഓടുന്ന സൗണ്ട് കേട്ടിട്ട് അങ്കിത പേടിക്കുന്നുണ്ട്. എന്നാൽ മെൽവിൻ പറയുന്നുണ്ട്, അതൊന്നും ആരും ആയിരിക്കില്ല, മൃഗങ്ങളായിരിക്കും, നീ ഇവിടെ വന്ന് കിടക്കാൻ. എന്നാൽ പലതവണ ഈ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയതോടുകൂടി അവൾ ആകെ ടെൻഷനായി. അവളുടെ മൂഡ് മുഴുവൻ സ്പോയിലായിരുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരു സിഗരറ്റ് എടുത്ത് വലിക്കാൻ വേണ്ടി വന്നപ്പോൾ സിഗരറ്റ് ഇരുന്ന ലഗേജ് ആകട്ടെ നമ്മുടെ ഋഷി എടുത്തുകൊണ്ട് പോയിരുന്നു. അവൾ വാക്കി ടോക്കിയിലൂടെ അവനെ വിളിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, സിഗരറ്റ് എല്ലാം എന്റെ കയ്യിലാണെന്ന്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരെണ്ണം വേണമെന്ന് അവള് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ട് വരണമെന്നാണ് അവൻ പറയുന്നത്. അവൾ പറയുന്നുണ്ട്, നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന്. 2 കിലോമീറ്റർ മാത്രമേ അവർ മുന്നോട്ട് പോയിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാമെന്ന് അവള് പറയുന്നുണ്ട്. ഋഷിയും ജെനിഫറും അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു. അങ്കിത വന്ന് മെൽവിനോട് പറയുന്നുണ്ട്, ഞാൻ സിഗരറ്റ് വാങ്ങാൻ വേണ്ടി ഋഷിയുടെ അടുത്തേക്ക് പോവുകയാണെന്ന്. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. എന്നെ ശല്യം ചെയ്യാതെ നീ ഒന്ന് പോവാനാണ് അവൻ പറയുന്നത്. ഞാൻ പോയിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് അങ്കിത അവിടെ നിന്നും ഇറങ്ങി. അങ്കിത വരുന്നവരെ കുറച്ചു നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഋഷിയും ജെനിഫറും അവിടെ കിടക്കുകയാണ്. ജെനിഫർ ആകട്ടെ അവനോട് എല്ലാത്തിനും താങ്ക്സ് പറയുന്നു, എന്നെ സപ്പോർട്ട് ചെയ്തതിനും എന്റെ കൂടെ വന്നതിനുമെല്ലാം. അതേസമയം കുറച്ചു കഴിയുമ്പോൾ മെൽവിൻ ഉണരുന്നുണ്ട്. ആ സമയത്ത് അവിടെ ആരെയും തന്നെ കാണുന്നില്ല. അങ്കിതയോ അവന്റെ കൂടെയില്ല. അവന് ദേഷ്യം വരുന്നുണ്ട്. പിന്നെയോ അവൻ പോയി കിടന്നുറങ്ങുന്നു. അങ്കിതയാകട്ടെ രാത്രിയിൽ ടോർച്ചൊക്കെ തെളിച്ചിട്ട് തനിക്ക് ഒരു പേടിയില്ല എന്ന് പറഞ്ഞിട്ട് മാങ്കായെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ ഒരു മാങ്കയില്ല, ഒരു തേങ്ങയില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ഉറങ്ങിക്കിടന്ന മെൽവിന്റെ ടെന്റിന്റെ ആ ഒരു സിബ് ആരോ തുറക്കുന്നുണ്ട്. അവൻ വിചാരിക്കുന്നുണ്ട് അത് അങ്കിതയാണെന്ന്. നീ അവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചിട്ട് അവൻ വീണ്ടും ഉറങ്ങുന്നു. പലതവണ ആ സിബ് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ അങ്കിതയാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇടയ്ക്ക് തല പുറത്തേക്കിട്ട് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അവന് മനസ്സിലായി അത് അങ്കിതയല്ല, മറ്റെന്തോ ആണെന്ന്. ആ ടെന്റിന് ചുറ്റും ആരോ കിടന്ന് ഓടുകയും അവനെ പേടിപ്പിക്കുകയും ചെയ്യുന്നു. അത് മാങ്കായാണെന്ന് അവന് തോന്നുന്നുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞ പോലെ തന്നെ പ്രേതമുണ്ട്. അവന്റെ ടെന്റിന്റെ അടുത്തേക്ക് 2 കൈകൾ വരികയും ആ ടെന്റ് വലിച്ചു കീറാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തന്നെ ഒന്നും ചെയ്യരുത്, താൻ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം, തന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങി. ആ മാങ്കായുടെ പ്രേതമാകട്ടെ അവന്റെ ടെന്റിന്റെ മുകളിലേക്ക് വന്ന് കിടക്കുന്നു. അവൻ ആകെ പേടിച്ച് കരയാൻ തുടങ്ങിയപ്പോഴേക്കും അത് അവിടെ നിന്നും പോവുകയും ചെയ്തു. അതേസമയം ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഋഷിയുടെയും ജെനിഫറിന്റെ അടുത്തും ആരോ ഓടുന്ന പോലെ സൗണ്ടുകൾ. ജെനിഫർ പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുന്നു. അവിടെയെങ്ങും തന്നെ ആരെയും കാണുന്നില്ല. ഋഷി നല്ല ഉറക്കമാണ്. അവളും വീണ്ടും കിടന്നു. ഇവിടെ അങ്കിതയാകട്ടെ ഒരു സിഗരറ്റിന് വേണ്ടിയിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഋഷിയെ അന്വേഷിച്ച് പോവുകയാണ്. അവൾ ആകെ തളർന്നിരുന്നു. കുറച്ചുനേരം ഒന്ന് ശ്വാസം എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ചുറ്റും ആരോ ഓടുന്ന സൗണ്ട്. അവൾ പേടിക്കുന്നു. മാത്രമല്ല ചുറ്റും ആരൊക്കെയും നിലവിളിക്കുന്ന പോലത്തെ സൗണ്ടും. പേടിച്ചവള് ഓടിച്ചെല്ലുന്നത് കാന്തയുടെ മുന്നിലേക്കാണ്. നീ എന്താ അവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ചോരയുടെ മണം അടിച്ചു കഴിഞ്ഞാൽ മാങ്കായി വരുമെന്ന്. നിന്റെ പിന്നില് മാങ്കായി നിൽപ്പുണ്ട്. അവള് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ അവിടെയെല്ലാം തന്നെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു. പിന്നീട് നോക്കുമ്പോ കാന്തയെ കാണുന്നുമില്ല. കുറച്ചു ദൂരം ഓടി അവള് വീഴുന്നുണ്ട്. എഴുന്നേറ്റ് നോക്കുമ്പോ അവളുടെ കയ്യിലെല്ലാം തന്നെ രക്തമായിരുന്നു. പേടിച്ചവൾ വീണ്ടും ഓടാൻ തുടങ്ങിയപ്പോ കാണുന്നതാകട്ടെ കാന്തയുടെ തല ഒരിടത്ത് കിടക്കുന്നതാണ്. അപ്പോഴേക്കും ആരോ പിന്നിൽ നിന്ന് വന്ന് അവളുടെ കാലിൽ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പോയിരുന്നു. പിന്നീട് അവളുടെ നിലവിളികൾ മാത്രമാണ് കേൾക്കുന്നത്. ഇവിടെ കുറെ നേരമായിട്ട് അങ്കിതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ടും അവൾ വരാത്ത കാരണം ഋഷി പലതവണ വാക്കി ടോക്കിയിൽ അവളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ഒരു അനക്കവുമില്ല. എന്നാ പിന്നെ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് ജെനിഫറിനോട് അവൻ പറയുന്നുണ്ട്. ജെനിഫറിനാകട്ടെ അവന്റെ കൂടെ പോകാനും വയ്യ. അവൾക്ക് പീരീഡ്സിന്റെ വേദന ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ റെസ്റ്റ് ചെയ്തോ, അവള് പാതി വഴി വന്നിട്ടുണ്ടാവും, ഞാൻ കൊണ്ടുപോയി സിഗരറ്റ് കൊടുത്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഋഷി അവിടെ നിന്നും പോകുന്നു. മെൽവിനാകട്ടെ ഇപ്പോഴും പേടിച്ച് ടെന്റിൽ തന്നെ ഇരിപ്പാണ്. ഋഷി പോയി കഴിഞ്ഞപ്പോൾ ഉറങ്ങാൻ കിടന്ന ജെനിഫറിന്റെ അടുത്തേക്ക് ആത്മാവ് വരുന്നുണ്ട്. അവള് പുതച്ചിരുന്ന ആ പുതപ്പിനുള്ളിലേക്ക് കയറുകയും അത് അവളുടെ ശരീരത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവൾ അതൊന്നും അറിഞ്ഞില്ല. അവള് വീണ്ടും പൊതിച്ചു മൂടി കിടന്നുറങ്ങി. അങ്കിതയെ തിരക്കിപ്പോയ ഋഷിയാകട്ടെ പാതി വഴിക്ക് ചെന്ന് യൂറിൻ പാസ് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അവന്റെ ചുറ്റും ആരോ ഓടുന്ന പോലെ അവന് തോന്നുന്നു. അങ്കിത തന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. കുറെ സൗണ്ട് ഒച്ചയും സ്ത്രീയുടെ അലർച്ചയൊക്കെ കേട്ടപ്പോൾ ഇതെല്ലാം അങ്കിതയുടെ പണിയാണെന്ന് വിചാരിച്ചിട്ട് അവൻ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നിന്റെ ആക്ടിംഗ് ഒക്കെ നിർത്തിയിട്ട് പുറത്തേക്ക് വരാൻ. എന്നാൽ കുറെ നേരം അവൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അങ്കിത വരാതായപ്പോൾ അവന് പേടി തോന്നാൻ തുടങ്ങി. അത് അങ്കിതയല്ല എന്നും മാങ്കായാണെന്നും അവന് ഡൗട്ട് തോന്നാൻ തുടങ്ങി. പേടിപ്പെടുത്തുന്ന ഒരുപാട് ഒച്ചകൾ അവൻ കേൾക്കാൻ തുടങ്ങി. പേടിച്ചവൻ ഓടുന്ന വഴിക്ക് അവൻ കാല് തട്ടി വീഴുകയും അവന്റെ കാല് മുറിഞ്ഞ് രക്തം വരാൻ തുടങ്ങുകയും ചെയ്തു. അങ്കിത, നീയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ പുറത്തേക്ക് വാ, എന്റെ കാലിൽ നിന്ന് രക്തം വരുന്നുവെന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയത്ത് ദൂരെ എവിടെ നിന്ന് ഒരു ഒച്ച കേട്ട് അവൻ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ കാണുന്നത് ചാക്കിൽ കിട്ടിയ ഒരു രൂപ അവിടെ തന്നെ ഇരിക്കുന്നതാണ്.
നിൽക്കുന്നതാണ്. അങ്കിതയാണെന്ന് കരുതിയിട്ട് അവൻ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ ആ രൂപം അലറിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് ബാക്കിൽ നിന്ന് ആരോ വന്ന് അവന്റെ കാലിൽ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. അവന്റെ നിലവിളികൾ മാത്രം കേൾക്കുകയാണ്. ഇവിടെ നമ്മുടെ ജെനിഫർ ആകട്ടെ പീരീഡ്സ് പെയിൻ വന്നത് കാരണം സ്ലീപ്പിംഗ് പിൽസ് എല്ലാം കഴിച്ചിട്ട് കിടക്കുകയായിരുന്നു. അവൾ നല്ല ഉറക്കത്തിലാണ്. ആ ആത്മാവ് അവളുടെ കാല് രണ്ടും പിടിച്ചു പൊക്കുന്നു. അവൾ ആദ്യമൊന്നും അറിഞ്ഞില്ല. അവളെ കുറച്ച് താഴേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. കുറെ ദൂരം വലിച്ചഴിച്ചപ്പോഴേക്കും അവൾ ഞെട്ടിക്കൊണ്ടിരുന്നു. അവൾ ഉണർന്നതും ഒരു നിമിഷം കൊണ്ട് ആത്മാവ് അവളെയും കൊണ്ടുപോയി. ഇവിടെ നമ്മുടെ മെൽവിൻ ആകട്ടെ ആകെ പേടിച്ചുകൊണ്ട് വീണ്ടും ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുകയാണ്. എല്ലാവരും പറഞ്ഞ പോലെ ഇവിടെ ആത്മാവുണ്ട്. ബാക്കിയുള്ള എന്റെ കൂട്ടുകാരെ ആരെയും തന്നെ കാണുന്നില്ല. വാക്കി ടോക്കി വിളിച്ചിട്ടും അവരുടെ ഒരു അനക്കവുമില്ല. എന്റെ കയ്യിൽ ഈ ക്യാമറ മാത്രമേ ഉള്ളൂ. താൻ ജീവനോടെ പുറത്തു കിടക്കുമോ ഇല്ലയോ എന്ന് തനിക്ക് അറിയില്ലെന്നും താൻ തന്റെ ഫാമിലി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും അവൻ അവസാനമായി പറയുന്നു. അവൻ ഓടിയെത്തുന്നത് ആ നാട്ടിലെ ആൾക്കാർ പറഞ്ഞ ആ സപ്തകന്യമാർ കുളിക്കുന്ന കുളത്തിന്റെ അടുത്തായിരുന്നു. ചുറ്റും പേടിപ്പെടുത്തുന്ന ഒരുപാട് ഒച്ചകളുണ്ട്. കുറെ നേരം അവൻ അവിടെ തന്നെ പേടിച്ചിരുന്നപ്പോൾ അവൻ വിചാരിച്ച പോലെ തന്നെ ആ കുളത്തിലേക്ക് സപ്തകന്യമാർ വരികയും കുളിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ അതെല്ലാം തന്നെ ഷൂട്ട് ചെയ്യുന്നു. ഓരോ തവണ അവർ മുങ്ങിയിട്ട് വീണ്ടും പൊങ്ങുന്നുണ്ട്. എന്നാൽ ഒരു തവണ മുങ്ങിയിട്ട് പൊങ്ങുമ്പോൾ 6 പേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഏഴാമത്തത് എവിടെയെന്ന് അവൻ പേടിച്ചു നോക്കുമ്പോൾ അവന്റെ ബാക്കിലായിട്ട് വന്ന് നിന്ന് അതവനെ പേടിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കുളത്തിലുള്ള രൂപങ്ങളെല്ലാം അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പേടിച്ചു പോയ അവനാകട്ടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇത് പുറകെ വരുന്നു. അവൻ ക്യാമറയിലെ വ്യൂവേഴ്സിനെ കാണാൻ വേണ്ടി പറയുന്നുണ്ട്, ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഈ ഫോറസ്റ്റിൽ വന്നവരാരും ജീവനോട് പോയിട്ടില്ല. അവർ പറഞ്ഞ പോലെ ഇവിടെ മാങ്കായുടെ പ്രേതവുമുണ്ട്, ആ സപ്തകന്യമാരും ഉണ്ട്. അങ്ങനെ ഓടി ഓടി അവൻ ഒരിടത്ത് വീണിട്ട് അവന്റെ വായിൽ നിന്ന് ചോര വരാൻ ആരംഭിച്ചു. കുറച്ചു കഴിയുമ്പോൾ പേടിപ്പെടുത്തുന്ന രൂപം അവിടേക്ക് വരികയും അവനെയും കൊണ്ട് പോവുകയും ചെയ്യുന്നു. അവസാനം ആ രൂപം ആ ക്യാമറയിലേക്ക് വന്ന് നിൽക്കുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകണ്ട.